കെസ്കമറ്റിലെ ഒരു റോഡിൻ്റെ വഴിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഭാഗത്ത് ലോങ് ആയിട്ട് കാണുന്നതുണ്ടല്ലോ വീടുകളാണ്. അതിൻ്റെ ഇടയിൽ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് റോഡുകൾ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പെഡസ്ട്രിയനാണ്, നടന്നു പോകാനുള്ള കാൽനട യാത്രക്കാർക്കുള്ള വഴിയാണ്. മറ്റത് കാറ് പോകുന്ന റോഡാണ്. രണ്ട് വശത്തും നടന്നു പോകാനുള്ള എല്ലാ വഴിയും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. എല്ലാ സ്ഥലത്തും ഇതേ അവസ്ഥയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ഓരോ സ്ഥലവും. കണ്ടില്ലേ, ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ കാണാൻ എന്ത് രസമാണെന്നറിയോ, വീടുകളുടെ സ്ട്രക്ചർ. ജസ്റ്റ് ഞാനൊന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നായ കണ്ടിട്ടേ ഓടി വന്നതാണ്. കേട്ടോ, എന്ത് രസമാണ് ഓരോ സ്ഥലങ്ങളും. ഞാൻ വെറുതെ ഇങ്ങനെ ഭംഗി വാക്ക് പറയുന്നതല്ല, ഓരോ സ്ഥലവും അത്രയും മനോഹരം കേട്ടോ. കണ്ടോ കണ്ടോ, എന്ത് രസമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഓരോ സ്ഥലവും എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇത് നോക്കിയേ, കണ്ടാ, എല്ലാ സ്ഥലവും അടിപൊളി സ്ഥലമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ക്വാർട്ടേഴ്സ്, നമ്മളെ നാട്ടിൽ ക്വാർട്ടേഴ്സ് എന്ന് പറയും, ഇവിടെ എല്ലാം വീടുകളാണ്, മൊത്തം കവേർഡായിരിക്കും. നമ്മളെ വേപ്പിൻ്റെ പോലെയുണ്ട്, വേപ്പിൻ്റെ പോലെയുണ്ട്. പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, വേറെന്തോ സംഭവമാണ്. ഈ കണ്ട, ഈ മരത്തിൻ്റെയൊക്കെ ഭംഗി നോക്കിയ എന്താ സ്ഥലങ്ങളല്ലേ, ഓരോരുത്തരുടെ വീടുകളും ക്വാർട്ടേഴ്സുകളും. വീട് സ്വന്തമായിട്ടുള്ള വീടാണോ വാടകയ്ക്കാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എല്ലാം എന്തൊരു ഭംഗിയാണെന്നറിയാം. നോക്ക്, ഇത് ഈ നടപാത ടാർ ചെയ്തിട്ടും ഇൻ്റർലോക്ക് ചെയ്തിട്ടും കണ്ട എന്താ ഭംഗി കാണേ, എന്ത് രസമാണ് കാണേ. അതാണ് ഓരോ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. എന്ത് ഭംഗിയല്ലേ. ചിലർ പേർക്ക് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ. എന്ത് രസമെന്നറിയാമോ കാണാൻ. ഇവിടുത്തെ ആർക്കിടെക്ചർ ഗംഭീരം, അതിഗംഭീരം. നമുക്കും ഇതേപോലൊരു വീട് അല്ലെങ്കിൽ കെട്ടിടം വേണമെന്നുള്ളത് ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. ജസ്റ്റ് പിന്നെ ഈവനിങ്ങിലൊന്ന് നടക്കാനും പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ അത് കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഇറങ്ങിയതാണ്. ഗംഭീരം കേട്ടോ, കണ്ടോ.
ഇതിങ്ങനെ നീളത്തിൽ ആ ലോങ്ങിൽ കാണുന്നുണ്ടോ, ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്ന വഴികളാണ്. ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ട് വഴികൾ. പിന്നെ നേരെയാണ് നടക്കേണ്ടത്, നമ്മളെ റൂം അങ്ങോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഭംഗികൾ. മനോഹരമായ കെട്ടിടങ്ങൾ അല്ലേ. ഇതിനെ കണ്ടോ, ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടോ, എല്ലാ കെട്ടിടങ്ങൾക്കും കണ്ടോ ഒരു ചെറിയൊരു എടുപ്പ് പോലത്തെ കണ്ട. ഇത് ഈ പോക്കുഴയിലാണ്. പോക്കുഴയിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പിന്നെ ഇതല്ലേ എന്താ പറയുക, തണുപ്പുള്ള സമയങ്ങളിൽ ഈ എപ്പോഴും വിറകടുപ്പിട്ടിട്ട് തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ റൂമിലും അതിൻ്റെ പൈപ്പ് വഴി അതിൻ്റെ ഒരു ചൂട് ആവി എല്ലാ റൂമിലും എത്തിക്കും. അതിൻ്റെ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ മുകളിലത്തെ കണ്ടാവും, ഈ പുക പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ പണ്ടത്തെ നാട്ടിൻപുറത്തെ പണ്ടത്തെ വീടുകളിൽ ഇങ്ങനെ കെട്ടിപ്പൊന്തിച്ചിട്ട് പിന്നെ പോക്കുഴലുണ്ടാവില്ല, അടുപ്പിൻ്റെ പോക്കുഴൽ. അത് നമ്മൾ ഭക്ഷണം വെക്കുന്ന സംഭവങ്ങൾ പുകകൾ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് പിന്നെ തണുപ്പുള്ള സമയത്ത് വിറകുകൾ കത്തിച്ചിട്ട് അതിൻ്റെ ചൂട് ആവി നേരെ എല്ലാ റൂമുകളിലേക്കും പൈപ്പ് വഴി എത്തിക്കും. ചൂട് നിലനിർത്തും. അതിന് ഈ ചൂട് കുറക്കാനും കൂട്ടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പിന്നെ ഇപ്പം പൈപ്പ് വഴി വരുമ്പോൾ അതിൻ്റെ ഹോൾസ് ചെറുങ്ങനെ വരാനും കൂടുതൽ വരാനും എല്ലാം ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മളെ നാട്ടും പുറത്തുള്ള സ്ഥലങ്ങൾ കാണും പോലെയുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു നടത്തവും നിങ്ങളെക്കുറിച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് വിശേഷം ഇന്നത്തത്. ഇനി എന്താ പറയുക, അടുത്ത വിശേഷമായിട്ട് അടുത്ത സംഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അങ്ങനെ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ബൈ.